അപ്പോൾ നമ്മുടെ മെയിൻ ഹായ് മഴ ബാടി പുണ്യാളൻ. അപ്പോൾ നമ്മുടെ പേൽ ഗ്രാസ് വിരിച്ചിരിക്കുന്നതിൻ്റെ നമ്മളൊരു മൊത്തം ഒന്ന് വൃത്തിയാക്കാൻ പോകണം. വൃത്തിയാക്കി അടിപൊളിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് കളയുണ്ട്. പിന്നെ ഈ പുല്ലൊന്ന് വെട്ടണം. വെട്ടി ഒന്ന് ക്ലീൻ ചെയ്തെങ്കിലാണ് ഒന്നുകൂടെ ഒന്ന് ഗ്രോത്തായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. ഇതിൻ്റെ അകത്ത് മെയിൻ നമുക്ക് വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് അടിച്ച് ഇതിൻ്റെ അകത്ത് ഉള്ളിൽ നിറച്ച് കരികിലടക്കാണ്. പിന്നെ റംബൂട്ടാൻ നിപ്പുണ്ട്. റംബൂട്ടാൻ്റെ കുറച്ച് ഇത് നിപ്പുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കായകളുണ്ട്. അത് ആയിട്ടില്ല. എപ്പോഴും നമുക്ക് വീഡിയോയുടെ ഡിസ്റ്റർബൻസ് ആട്ടോ ഈ ചീവിയുടെ, ഒന്നും തോന്നരുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കരിയിൽ ആദ്യം വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് കുറേ പുല്ല് വേസ്റ്റ് നിപ്പുണ്ട്. അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് മുഴുവൻ ഒന്ന് പറിച്ച് മാറ്റണം. എന്നിട്ട് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് കുറേ പണിയുണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്തൊന്ന് അടിച്ച് വൃത്തിയാക്കാം. അതിൻ്റെ അകത്ത് കരിയില മുഴുവൻ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. കാരണം ചാടുന്നുണ്ട് ഈ മഴക്കാലമായോണ്ടേ. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യേണ്ട പരിപാടി. അതിനുശേഷം കളകൾ പറിക്കണം. 2-3 ദിവസം കൊണ്ടാൽ തീരുള്ളൂ, ഒറ്റയടി തീരത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ പറഞ്ഞ പരിപാടിയിലോട്ട് നമുക്ക് പോകാം. നമ്മൾ ആ വേസ്റ്റ് മുഴുവനും കൂടെ വാരി ഇങ്ങോട്ട് ഡംപ് ചെയ്യണം. ഡംപ് ചെയ്തിട്ട് ഇങ്ങോട്ട് വാരി കളയും. നമ്മൾ എന്തോരം ചെറിയല്ല നിറച്ച് കരികൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് കുറച്ച് വേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, ഇവിടെ പുല്ലുണ്ട്. അത് മൊത്തത്തിൽ പറിച്ചിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കാൻ പോകണം. അതായത് നമ്മൾ തീർക്കാൻ പോകണം. എന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇത് അടി കഴിയുമ്പോഴത്തേനും അടുത്ത റബ്ബറെല്ലാം വീഴും. പിന്നെ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ കാണാൻ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് വളരെ ഇച്ചിരി പണിയാണ്. എന്നാലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെടുത്തിടാം. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കോടെ ഇതുപോലെ വളർന്നേക്കുന്ന കുറേ പുല്ലുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് കളയണേ. എന്നിട്ടൊന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ അതാണ് ടാസ്ക് പരിപാടി. എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ കരിയിലുണ്ട്. മെയിൻ്റെയിനിങ് ഇച്ചിരി പണിയാണ് കേട്ടോ. നമ്മുടെ ഈ റബ്ബർ തോട്ടമൊക്കെ ഉള്ള സ്ഥലത്തോടെ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പണി. നമുക്ക് റബ്ബറൊന്നുമില്ല, കിടക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് ഇപ്പോൾ പണ്ടൊക്കെ കൊണ്ട് കിടിലായിട്ട് കയറി പോകുന്നതാണ്. പക്ഷെ നമ്മുടെ മെയിൻ പരിപാടി പ്രശ്നം ഇതാണ്. ചോലയുള്ളതുകൊണ്ട് ഉള്ള വിഷയങ്ങളാണിത്. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റമാണ് പുല്ല് വെട്ടാനുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ കേട്ടോ, നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സെറ്റാവുന്ന കേട്ടോ. ഈ സൈഡിൽ കാണുന്നത് വെട്ടിയെടുക്കണം. കപ്പറ കുഴിച്ച് വെക്കാം. പുറത്തേക്ക് തള്ളിപ്പോയിരിക്കാനേ കുറച്ചെടുക്കുക. ഇതുണ്ടോ, ഇതിന് വേരുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശകലം വളർന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും എത്തിയില്ല. ആ സെൻറ്ററിൽ വരാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. സാരമില്ല, ശരി. മഴക്കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മഴ കാരണം നമുക്കൊരു പണി നടക്കണം. മുഴുവൻ വൃത്തികേടായിട്ട് കിടക്കണം. മൊത്തം ഒന്നൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഞാനിടാം. ഇതാണ് അതിൻ്റെ ഫൈനൽ സംഭവം. മനസ്സിലായോ? നമുക്ക് ഈ മരങ്ങൾ നിൽക്കുന്നിടത്ത് ഒറ്റ പുല്ല് പിടിച്ചിട്ടില്ല.
ഉണ്ടോ? നല്ല മഴയാണ്, രാവിലെ 10 മണിയാണ്, പക്ഷെ നല്ല മഴയാണ്. അപ്പം ശരി, ഞാനിതൊന്ന് എന്താ പറയുക, ഞാൻ പലപ്പോഴായിട്ട് എടുത്ത വീഡിയോസാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മെയിൻ്റെ ചെറിയ മഴക്കാലമായതുകൊണ്ട് നമുക്കൊന്നും നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ്, നമുക്ക് ഇവിടെ ഈ സ്പേസ് വന്നിട്ടില്ല. എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ പിടിക്കാൻ തന്നെ ഇവിടെ കുറച്ച് വളവോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണിച്ചു തരാം. ടാറ്റ.